മലയാളികളുടെ പ്രിയ നടനാണ് മമ്മൂട്ടി. മലയാള സിനിമയുടെ സ്വകാര്യ അഹങ്കാരമെന്നും പറയാം. കാരണം മലയാളത്തിനു പുറമെ അന്യഭാഷകളിലും വെന്നിക്കൊടി പാറിക്കുകയാണ് താരം. 67 വയസ്സിലും മമ്മൂട്ടി കീഴടക്കുന്ന ഉയരങ്ങൾ ചെറുതല്ല. സ്വന്തം മകനായ ദുൽഖർ സൽമാൻ അടക്കം യുവതാരങ്ങൾ ഒട്ടേറെ പേരെത്തിയിട്ടും മമ്മൂട്ടിക്ക് മുന്നിൽ മുട്ടുമടക്കുകയാണ് ഇവരെല്ലാം. ദുൽഖർ സൽമാൻ പോലും അച്ഛനോട് മുട്ടി നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് തമിഴിലും ബോളിവുഡിലുമായി സിനിമകൾ ഏറ്റെടുക്കുന്നതെന്ന് സംസാരവുമുണ്ട്. മമ്മൂട്ടിയുടെ സൗന്ദര്യത്തിനു മുന്നിൽ അന്യഭാഷാ താരങ്ങൾ പോലും അസൂയയോടെയാണ് നോക്കി നിൽക്കുന്നത്. സ്ത്രീ പ്രേക്ഷകരുടെ പ്രിയ നടൻ കൂടിയാണ് ഇദ്ദേഹം. മമ്മൂട്ടിയുടെ ഒട്ടുമിക്ക ചിത്രങ്ങളും മലയാളികൾ കണ്ടിട്ടുണ്ട്. എന്നാൽ മമ്മൂട്ടിയുടെ കടുത്ത ആരാധകർ പോലും കാണാത്ത ഒരു ചിത്രമുണ്ട്. ദേശീയ പുരസ്കാരങ്ങൾ വരെ മമ്മൂട്ടിക്ക് നേടിക്കൊടുത്ത അംബേദ്കർ എന്ന സിനിമ. തെലുങ്കിൽ 2000-ലാണ് ചിത്രം ഇറങ്ങുന്നത്. ചിത്രം ഇന്ത്യയിലാണ് ഇറങ്ങിയതെങ്കിലും ഇംഗ്ലീഷ് ഭാഷയാണ് ചിത്രം സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ പ്രേക്ഷകരിലേക്ക് ഈ സിനിമ എത്തിയില്ല. മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം വരെ ഈ സിനിമ നേടിക്കൊടുത്തു. എംസോൺ എന്ന ഒരു സൈറ്റ് ഉണ്ട്. മലയാളത്തിലേക്ക് സബ് ടൈറ്റിലുകൾ ഉണ്ടാക്കുന്ന ഈ സൈറ്റ് അംബേദ്കറിന് മലയാളത്തിൽ സബ് ടൈറ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. 20 വർഷത്തോളം മലയാളികൾ കാണാതെ പോയ ഈ ചിത്രം ഇനി എംസോണിലൂടെ കാണാം. യാത്ര എന്ന ചിത്രത്തിൽ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായ YSR റെഡ്ഡിയായാണ് മമ്മൂട്ടി എത്തിയത്. ആ ചിത്രവും ഒരു ജീവചരിത്ര സിനിമയാണ്. മലയാളത്തിലാണെങ്കിൽ ഒറ്റപ്പെട്ട സാമ്പത്തിക വിജയങ്ങൾക്കപ്പുറത്ത് കുറച്ചുനാളായി മമ്മൂട്ടി ചിത്രങ്ങൾ ഭൂരിഭാഗം പ്രേക്ഷകരുടെ ഇഷ്ടം സമ്പാദിക്കുന്നതിൽ പരാജയപ്പെട്ടവയാണ്. എബ്രഹാമിലൂടെയും പേരൻപിലൂടെയും ലഭിച്ച നേട്ടം മമ്മൂട്ടിക്ക് തുടരാനാവുമോ എന്നാണ് പ്രേക്ഷകരും ചലച്ചിത്ര വ്യവസായം തന്നെയും ഉറ്റുനോക്കുന്നത്. അത്തരത്തിൽ പ്രതീക്ഷ വെച്ചു പുലർത്താം എന്നു തന്നെയാണ് സിനിമാ മേഖലയിൽ നിന്നുള്ളവർ കരുതുന്നത്. കാരണം മമ്മൂട്ടി എന്ന നടനെയും താരത്തെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പ്രതീക്ഷിക്കാൻ ചിലതൊക്കെ സൂക്ഷിക്കുന്നവയാണ് അദ്ദേഹത്തിന്റെ വരാനിരിക്കുന്ന പ്രോജക്ട് ലൈനപ്പ്. ഇനി മമ്മൂട്ടിയുടേതായി വരാനിരിക്കുന്ന ചിത്രങ്ങളാണ് മാമാങ്കം, മധുരരാജ, ഒരു അൻവർ റഷീദ് ചിത്രം എന്നിവ. താൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും വലിയ സിനിമയെന്ന് പ്രഖ്യാപനത്തിന്റെ വേളയിൽ മമ്മൂട്ടി പറഞ്ഞ സിനിമയാണ് മാമാങ്കം. വലിയ മുതൽ മുടക്കിലാണ് ചിത്രത്തിന്റെ സെറ്റുകൾ. വീരയോദ്ധാക്കളായ നായകന്മാരുടെ കഥകളിൽ മമ്മൂട്ടി മുൻപും ശോഭിച്ചിട്ടുണ്ട്. വടക്കൻ വീരഗാഥയും പഴശ്ശിരാജയും ഒക്കെ ഉദാഹരണം. അക്കൂട്ടത്തിലേക്ക് ഇടം പിടിക്കാനാണ് മാമാങ്കത്തിന്റെയും ഒരുക്കം. മമ്മൂട്ടി എന്ന അഭിനേതാവിനും വെല്ലുവിളി ഉയർത്തുന്ന ചിത്രമായിരിക്കും ഇതെന്നാണ് സൂചന. ഒന്നിലധികം ഗെറ്റപ്പുകൾ ഉള്ളതായും അറിയുന്നു. മലയാളത്തിലെ പോപ്പുലർ സൂപ്പർ താര സിനിമകളുടെ ഫോർമാറ്റിലേക്ക് പുതിയ പാകത്വം കൊണ്ടുവന്ന സിനിമയാണ് ബിഗ് ബി. തിയേറ്ററിലെത്തിയപ്പോൾ എല്ലാത്തരം പ്രേക്ഷകർക്കും ആസ്വാദനത്തിന് പ്രാപ്യമായില്ലെങ്കിലും പിൽക്കാലത്ത് ഒരുതരം കൾട്ട് സ്റ്റാറ്റസ് നേടി. അമൽ നീരദിന്റെ അരങ്ങേറ്റ ചിത്രമായ ബിഗ് ബിയുടെ സീക്വലാണ് ബിലാൽ. തിയേറ്ററിൽ കാലത്തിന് മുന്നേ എത്തിയ ബിഗ് ബിയിലെ നായകൻ റിയലിസം സ്വീകരിക്കപ്പെടുന്ന കാലത്ത് പുനരവതരിപ്പിക്കുമ്പോൾ എങ്ങനെയുണ്ടാവുമെന്ന് കൗതുകമാണ്. അടുത്ത വർഷം ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തും. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.